ആരാണ്ട നീ? ഞാനിവിടുത്തെ കാര്യസ്ഥനാ, കുഞ്ഞുണ്ണി. പാതിരായ്ക്ക് മനുഷ്യനെ പേടിപ്പിക്കാനെങ്കിൽ കന്നാലി. അതെ. അതെയോ? അയ്യോ അല്ല, പൊട്ടണ പാലട്ടാ, ഊമയാണെന്ന്. അയ്യോ അല്ല, ഇത് പ്രേതാ. പ്രേതോ? ആ, ഒരു ദുർമരണം നടന്ന തറവാടായത്. വലിയ തിരുമേനിയുടെ മരിച്ചുപോയ സഹോദരി കൗസല്യ തമ്പുരാട്ടിയുടെ ഒരേ ഒരു മകൻ ഉണ്ണിക്കുട്ടൻ തമ്പുരാൻ ആ വടക്കുപുറത്തെ കുളത്തിൽ വീണ മരിച്ചത്. പാവം നല്ല തിരുമേനിയായിരുന്നു. ആ തിരുമേനിയുടെ പ്രേതം ഇപ്പോഴും ഇവിടുന്ന് പോയിട്ടില്ല. ഹോമങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ ഫലം ഉണ്ടായില്ല. രാത്രി ആയാൽ ഈ തറവാട്ടിൽ ആരും പുറത്തിറങ്ങി നടക്കാറില്ല. ഓഹോ, അപ്പൊ ഇല്ലാത്ത പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ് കുടുംബത്തുള്ള അടിച്ചു മാറ്റില്ല. ഇല്ലട കടിയ. അതെ. അതെയോ? അയ്യോ അല്ല, ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് വരിക. വല്ലപ്പോഴും ഒരിക്കലേ അതിന് തരം കിട്ടാറുള്ളൂ. തിരുമേനി വിടണ്ടേ? ഞാനിപ്പോ ഒരു പാട്ട് കേട്ടു. ആ, കൊട്ട് കേക്കാൻ മേല. ഞാനിപ്പോ ഒരു പാട്ട് കേട്ടില്ലെന്ന്. ചെവിയും കേട്ടൂടെ, അത് കൂടെ കടച്ചു വെച്ചൊക്കെ പൊക്കി വെക്കി. അതാരാ പാടിയേന്ന്? ആഹാ, അതോ? അത് യമുന തമ്പുരാട്ടിയാ. പാവം ഉണ്ണിക്കുട്ടൻ തിരുമേനി മരിച്ച പിന്നെ അങ്ങനെയാ, എപ്പോഴും പാടും. രണ്ടാളുടെയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന. കല്യാണത്തിന്റെ അന്ന് രാവിലെ കുളത്തിൽ കുളിക്കാൻ പോയ ഉണ്ണിക്കുട്ടൻ തിരുമേനി പിന്നെ മടങ്ങി വന്നിട്ടില്ല. ചില രാത്രികളിൽ തമ്പുരാട്ടിക്ക് തിരുമേനിയുടെ പ്രേതം കൂടും. അപ്പോഴാ പാട്ട് പാടുന്നു. ആട്ടെ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരാണ്. ആണോ? ഇതെന്തൊരു പൊടിയായത്? ഈ പൊടിക്ക് 100 കൊല്ലത്തെ പഴക്കമാണെന്ന് എനിക്ക് തോന്നുന്നു. കശു മാങ്ങിയാൽ വാറ്റിയതാണെന്ന് പറഞ്ഞിങ്ങനെ വലിച്ചു കയറ്റണ്ട. ഒടുക്കാൻ കിഷ്ണി പോകും. ഒന്നൂടെ ഒഴിക്കട കന്നാലി. നല്ല സ്വയംഭ സാധന. അതേ, എന്റെ വേഷത്തിന്റെ കാര്യം ഓർത്തിട്ടാ കഷ്ടപ്പെട്ട് ഞാൻ സംഘടിപ്പിച്ചത്. വലിയ തിരുമേനി അറിഞ്ഞാൽ എന്റെ തല പോവും. വലിയ തിരുമേനി വീശാറുണ്ടോടാ? കഴിക്കുമായിരുന്നു. ഉണ്ണിക്കുട്ടനുള്ള കാലത്ത്. ഉണ്ണിക്കുട്ടൻ ലീവിന് വരുമ്പോ ഒരു കുപ്പി കൊണ്ടുവരും. നമ്മുടെ നാടനല്ല, ഫാറിൻ. പിന്നെ രണ്ടാളും കൂടിയ ഡാൻസായി, പാട്ടായി. ലേശം എനിക്കും തരൂ കേട്ടോ. ഉണ്ണിക്കുട്ടൻ പോയി, എല്ലാം പോയി. ആടുന്നാണപ്പോ ഈ മൃദംഗം. ഉണ്ണിക്കുട്ടന്റെ ഉണ്ണിക്കുട്ടൻ മരിച്ചതിന് ശേഷം ആരും വായിക്കാറില്ല. വായിക്കണ തൊട്ട് ആർക്കും ഇഷ്ടമല്ല. എന്റെ പൊന്നു പ്രൊഡ്യൂസറെ ചതിക്കരുത്. അതവിടെ വെച്ചേരെ. അതിൽ തൊട്ടുള്ള കളി വേണ്ട. വേണ്ടതല്ലേ പറഞ്ഞത്? ഏയ്, ഇയാൾ എന്നെ കൊലക്ക് കൊടുക്കും. നിർത്താൻ. ഒന്ന് നിർത്ത് ഭാഷേ. കൈറ സഭി. ഇല്ല, കയ്യോടെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു. ആര്? യമുന തമ്പുരാട്ടി. യമുന തമ്പുരാട്ടിയോ? എരുമ തമ്പുരാട്ടി അല്ല, യമുന തമ്പുരാട്ടി. അങ്ങനെ തന്നെയോട് പറഞ്ഞേ. അയ്യോ ചെവി. കുഞ്ഞുണ്ണി, ഞാനിവിടെ ഉണ്ടായിരുന്നു, താൻ പോയി പറയണ്ട. ഓ, എന്റെ ക്രോസ് തിരുമേനിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന് വേഗം ചെന്നേ, വിശേഷമുണ്ട്. വേഗം. തമ്പുരാട്ടി തനിച്ചോളൂ? അല്ല, ഒരു ലോറിക്കുള്ള തമ്പുരാക്കന്മാരും ഉണ്ട് കൂടെ. ഒന്ന് വേഗം ചെന്നേ. നിന്നേ. എല്ലാം ഒന്ന് കഴിയട്ടെ. രഹസ്യമായിട്ട് നമുക്കൊന്ന് കാണണം. ബാലേട്ട യമുന തമ്പുരാട്ടി വിളിച്ചു, ഒന്ന് കാണണമെന്ന്. എന്റെ അമ്മേ, ബാലേട്ട അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരും. കാര്യം എന്താണെന്ന് ഞാനും കൂടി അറിയട്ടെ. കള്ളാ, നീയും വാടാ സഭ്യേ. എന്തുട്ടി ഇടയിലും നമുക്ക് പപ്പാതി പോരെ. അത് മതി. അയ്യോ, ഓക്കെ, ഇറങ്ങട്ടാ. ആരെവിടെ മൃദംഗം വായിച്ചത്? ഞാനാ. എങ്ങനെ കൊള്ളാമോ? ചേച്ചിക്ക് സുഖമില്ലാതിരിക്കുക. ഇവിടെ മൃദംഗം വായിക്കരുന്ന് അറിഞ്ഞൂടെ? ഞാൻ കൊള്ളാലോടാ. എന്നാ ഈ പൂഞ്ഞാലിക്ക് ഇവിടെ മൃദംഗം വായിക്കാൻ പാടില്ല എന്നൊരു ബോർഡോ ഇത് തൂക്കിക്കൂടായിരുന്നോ? നോ പാർക്കിംഗ്. ഇടോ നന്ദിനിക്കുട്ടി, വേണ്ട. ആരാ മൃദംഗം വായിച്ചത്? ഞാനല്ല. ഇയാളാ.
ഒന്നകത്തേക്ക് വരൂ. വേഗം ചെല്ല് ചെല്ല്. കിട്ടുന്നതിൽ പാതി എനിക്ക് വേണ്ടേ. മോൻ മുഴുവൻ എടുത്തോട്ടോ. വേഗം ചെല്ലിടാ. നിങ്ങളാണോ മൃദംഗം വായിച്ചത്? അതെ. എന്തേ അബദ്ധായോ? എന്താ ചെയ്യാ തമ്പുരാട്ടി, മൃദംഗം കണ്ട ബലം വായിക്കും. രണ്ടെണ്ണം വീശിയ പിന്നെ പറയേ വേണ്ട, തകർത്തങ്ങോട്ട് വായിക്കണം. ഞാൻ കാരണം തമ്പുരാട്ടിയുടെ മനസ്സ് വേദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി ഞാൻ വായിക്കില്ല കേട്ടോ. ഒന്ന് നിൽക്ക. നിങ്ങൾ ഇനിയും വായിക്കണം. എന്റെ ഓർമ്മകൾ മരിക്കാതിരിക്കണമെങ്കിൽ. തമ്പുരാട്ടി മരിക്കാൻ പോവാ. നല്ല കാര്യായി. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കൊട്ടാരവും തമ്പുരാക്കന്മാരെയും തമ്പുരാട്ടിമാരെയും ഒക്കെ അടുത്ത് കാണണതേ. ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യം പിടിക്കോ? മുഖം കണ്ടറിയാം ദേഷ്യം വരില്ല എന്ന്. തമ്പുരാട്ടി ഭയങ്കര സുന്ദരിയാ. എങ്ങനെയുണ്ട് പറയട്ടാ? ശരിക്കും കിട്ടിയല്ലേ? സൈലൻസർ വെച്ചിട്ടുള്ള അടിയായിരുന്നു തോന്നുന്നു. പുറത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല തമ്പുരാട്ടി. എന്താ പറയട്ടാ? തമ്പുരാട്ടി കണ്ട് പറഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ടായെന്ന്. പിന്നെ പിന്നെ മൃദംഗം ഇങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, പിന്നെ പിന്നെ പിന്നൊരു കിസ് പലട്ടാ. ഇപ്പൊ പോയ ബാലൻസ് കിട്ടോ? അല്ലെങ്കിൽ വേണ്ട. ഈ കിസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഔട്ടപേഷനാ. കൊറേ നേരം വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിട്ട് കേട്ടോ. ആ സോപ്പിങ് ഇതാ. എന്റെ ഈശ്വര, എന്തേ കാണണേ? പുളി മത്സരം. ഇത് പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവാ. അത് കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. സാരല്ലേ ചേച്ചി, കഥാകൃത്തല്ലേ? കഥാകൃത്ത് മാത്രല്ല, നടനുവാ. സ്വഭാവ നടൻ. സത്യം പറയാലോ, നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ കൊട്ടാരത്തിനകത്ത് വെച്ച് ഒന്ന് മിണ്ടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും എത്തില്ല ദിനോസർമാര്, ലഭ്യന്മാര്. അയ്യോ, തിരക്കില്ല, എനിക്ക് യാതൊരു തിരക്കില്ല. സാവകാശം കുളിച്ചോളൂ. കുളി കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം. ടൈം എടുത്ത് കുളിച്ചോളൂ. ഐ എം വെയിറ്റിംഗ് ദേർ. എന്റെ ഈശ്വര, അടുത്ത ജന്മത്തിൽ ഈ കുളത്തിൽ എനിക്കൊരു മീനായിട്ട് ജന്മം തരണേ. എവിടെ ഇരുന്നാലും ആർക്കും സംശയം ഉണ്ടാവില്ല. എനി ഹെൽപ്പ്? എന്താടോ? സ്ത്രീകൾ കുളിക്കുന്നിടത്ത് തനിക്ക് എന്താ കാര്യം? അതെന്നെ ഞാനും ചോദിക്കുന്നത്. സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് തനിക്ക് എന്താ കാര്യം? തന്നെ പോലുള്ള കൃമികീടങ്ങൾ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നുണ്ടോ നോക്കാൻ വന്നതാ. എന്നിട്ട് കണ്ടു.